ഹലോ. ഇന്ന് ഞാൻ വന്നേക്കുന്നതേ അധികം കാണാത്തൊരു വീഡിയോ ആയിരിക്കാനാണ് സാധ്യത. അതായത് സ്പെക്സ് യൂസ് ചെയ്യുന്നവർ. ഇപ്പൊ ഇതുമാതിരി ഒരു ഗ്ലാസ് ആയിരിക്കണം. അതല്ല ഇതുമാതിരി ഒരു ഗ്ലാസ്സും ആയിരിക്കണം. സ്ക്വയർ ആയിരിക്കണം, റൗണ്ട് ആയിരിക്കണം. ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് ആക്ച്വലി അവർക്ക് ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയമില്ലേ? കാരണം ഓൾറെഡി നമ്മൾ സാധാ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് കണ്ണാടി സ്പെക്സ് വയ്ക്കാത്തവർക്ക് കുഴപ്പമുണ്ടാവില്ല. അവർക്ക് ഏത് ഐ മേക്കപ്പ് ചെയ്യാം. പക്ഷേ കോൺസ്റ്റന്റ് ആയിട്ട് സ്പെക്സ് യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നവർക്ക് നമുക്ക് എന്താണ് അവർക്കൊരു ടിപ്പ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ കണ്ണിന്റെ അകത്ത് ബ്ലാക്ക് കളറിലെ ഐലൈനർ ഓർ ഐ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ കണ്ണ് വലുതായിട്ട് തോന്നുന്നതാണ്. അപ്പൊ ഞാൻ രണ്ട് ഡിഫറൻസ് ഇന്ന് കാണിക്കാൻ പോവുകയാണ്. അതായത് നമ്മൾ ബ്ലാക്ക് കളറിലെ ഐ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ലുക്ക് എന്തായിരിക്കും? വൈറ്റ് കളർ കാജൽ. വൈറ്റ് കളർ കാജൽ എന്ന് പറയുന്നത് നമുക്ക് പെൻസിൽ രൂപേണയും വാങ്ങാൻ കിട്ടും. ഇതിപ്പോ ഞാൻ ഇവിടെ വെച്ചേക്കുന്നത് പാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ വൈറ്റ് കാജലാണ്. അപ്പൊ ഇങ്ങനത്തെ വൈറ്റ് കാജൽ നമ്മൾ കണ്ണിന്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ വൈറ്റ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ ബേജ് കളർ അതായത് ക്രീം കളറും നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ആ കളർ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ കണ്ണ് കുറച്ചുകൂടെ ലൗഡായിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും ഈ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണെന്നുള്ള ഡിഫറൻസ് നോക്കാം അല്ലെ. ഇപ്പം ഞാനിത് ഒരു പോട്ട് കാജൽ എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഒരു ചെറിയ ഒരു ബോട്ടിലാണ് ഇത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചാലും പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആകുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അത് കുറച്ചെടുത്തിട്ട് ഞാനൊരു പാലറ്റിൽ അത് വെച്ചു. അതിനുശേഷം ഞാൻ ബ്ലെൻഡർ കൊണ്ട്, ബ്ലെൻഡർ എന്ന് പറയുന്നത് ലിക്വിഡാണ്, ഡ്യൂറാലൈൻ എന്നും പറയാം, ഡ്യൂറാലൈൻ്റെതും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ലിക്വിഡ് കാജൽ മാതിരി അത് കിട്ടും. തിക്കായിരുന്നത് ഇതേ കുറച്ചൊരു വാട്ടറി ആയിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ വാട്ടർ ലൈനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. വലത് കണ്ണിൽ ഞാൻ വൈറ്റ് കാജൽ അപ്ലൈ ചെയ്തു. ഞാൻ അടുത്തത് ലെഫ്റ്റ് ഐയിൽ വന്നിട്ട് ബ്ലാക്ക് കാജൽ. ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുമ്പം പേടിച്ചു പോകരുത്. ഇപ്പൊ രണ്ട് ഡിഫറൻസും കണ്ടല്ലോ. ഏത് കണ്ണാണ് നിങ്ങൾക്ക് കൂടുതൽ വലുതായിട്ട് തോന്നുന്നത്? വൈറ്റ് കാജൽ അല്ലേ. ഇനി അടുത്തത് ഇവിടെ ഞാൻ ബ്ലാക്ക് കാജൽ യൂസ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് കുറച്ചൊരു ഐ ഷാഡോ പ്ലേസ് ചെയ്യാം. അതായത് ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്രൗൺ ആയിരിക്കും നല്ലത് ബ്ലാക്കിനെക്കാളും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ കാണുന്ന ആ ഐലിഡിന്റെ മേളിലേക്ക് ഇവിടെ അതായത് കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഉള്ള ഒരു ഷേപ്പിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഇത് സ്പെക്സ് വെക്കുന്നവർക്കാണ് ഞാൻ ഇത് പറയുന്നത്. സ്പെക്സ് വെക്കുന്നവർക്ക് വന്നിട്ട് ഈ ക്രീസിന്റെ താഴേക്ക് വന്ന് നമ്മൾ ഇങ്ങനെ ഒരു കളർ കൊടുത്താൽ അത് അറിയാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് കണ്ണ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മേളിൽ കാണുന്ന ആ സ്ഥലത്ത് ഈ ഷാഡോ ഞാൻ കൊടുക്കണമെന്ന് പറയുന്നത്. എൻഡ് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്തത് ഈ ഇന്നർ കോർണേഴ്സ്. ഇന്നർ കോർണേഴ്സിൽ എന്ത് ചെയ്യാം? നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഐ ഷാഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ കളർ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോമ്പാക്ട് എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ. അപ്പൊ അതൊരു ലൈറ്റ് ഷെയ്ഡ് ആണല്ലോ. ആ കോമ്പാക്ട് വെച്ചിട്ട് നമുക്കൊന്ന് ലൈറ്റ് ആയിട്ട് ഇന്നർ കോർണർ കൊടുക്കാം. ആ രണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് രണ്ടും കൂടെ ഒന്ന് ഒരുമിച്ച് മെർജ് ചെയ്തിട്ടാണ്. അടുത്തത് നമുക്ക് മസ്കാര യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം കാണും അല്ലെ, പ്രത്യേകിച്ച് കണ്ണാടി വയ്ക്കുന്നവർക്കാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മേളിലത്തെ ലെയറിൽ നമ്മൾ ഹെയറിൽ നമ്മൾ മസ്കാര കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചിലപ്പോൾ ഗ്ലാസ് കാരണം അത് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? താഴത്തെ ലൈനിൽ മാത്രം നമുക്ക്, ലോവർ ലാഷ് ലൈനിൽ മാത്രമായിട്ട് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇതുമാതിരിയുള്ള തിന്നായിട്ടുള്ളത് നമുക്ക് കിട്ടും, അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ളത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ ഒരു ലെയറിൽ നമുക്ക് എത്തിക്കാൻ.
കാണുന്നുണ്ടല്ലോ, ഇത് ബ്ലാക്ക് കളറിൻ്റെതും ഇത് വൈറ്റ് കളർ. ഇനി നമുക്കൊന്ന് സ്പെക്സ് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് കണ്ണ് കുറച്ചൊരു വലിപ്പമായിട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പൊ ഇത്രയും വൈറ്റ് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വൈറ്റ് എന്നുള്ളത് ബേജ് കളർ, ബേജ് മീൻസ് ഒരു ക്രീമി കളർ വാങ്ങാൻ കിട്ടും. ക്രീമി കളർ പെൻസിൽസ് അവൈലബിൾ ആണ്, അതിലേക്ക് പോകാം. പക്ഷെ ബ്ലാക്ക് വെച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഗ്ലാസ് വയ്ക്കുന്നവർക്ക് വൈറ്റ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കണ്ണ് വലിപ്പമായിട്ട് തോന്നാൻ പറ്റും. അപ്പൊ ഇതൊരു സ്ക്വയർ ടൈപ്പ് ഒരു ഗ്ലാസ് ആണ്. ഇത് വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ്. എങ്ങനെയുണ്ട്? ഇത് ബ്ലാക്ക് കാജൽ, ഇത് വൈറ്റ് കാജൽ. ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ഐ ഷാഡോ വരച്ചേക്കുന്നതും എല്ലാം നമുക്കൊന്ന് കാണാൻ പറ്റുന്നില്ല. ഇതിൽ ലൈറ്റ് ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും മാത്രമായിട്ടുള്ള എന്താന്ന് വെച്ചാൽ ഞാനൊരു സാധാ ഒരു ബിഗിനർ രീതിക്കാണ് പറഞ്ഞത്. അതല്ല, ഇത് നിങ്ങൾക്ക് മിക്സപ്പ് ചെയ്ത് എപ്പോഴും ഔട്ടർ കോർണേഴ്സിൽ ഡാർക്ക് ഷെയ്ഡും ഇന്നർ കോർണേഴ്സിൽ ലൈറ്റ് ഷെയ്ഡും വരുന്ന മാതിരി കൊടുത്താൽ കണ്ണാടി വെച്ചവർക്കും ഒരു കണ്ണിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അണ്ടിൽ ദെൻ ബൈ.